ലൈംഗിക പീഡന പരാതിയിൽ നടൻ മുകേഷിന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. മുകേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് അടുത്ത മാസം 3 വരെ അറസ്റ്റ് തടഞ്ഞത്. സെപ്റ്റംബർ 3-ന് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. താൻ നിരപരാധിയാണെന്നും പരാതിക്കാരി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തതായും മുകേഷ് ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. താൻ നിരപരാധിയാണെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അടുത്ത മാസം 3 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. 3-ന് ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. പരാതിക്കാരിക്ക് ദുരുദ്ദേശമുണ്ടെന്ന് മുകേഷ് ഹർജിയിൽ ആരോപിച്ചു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരിയുടെ ലക്ഷ്യം. 15 വർഷം മുമ്പുള്ള സംഭവത്തിലാണ് ഇപ്പോഴത്തെ പരാതി. താനടക്കം 7 പേർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. നിയമബിരുദധാരി എന്ന് അവകാശപ്പെടുന്ന യുവതി ഇതിനു മുൻപൊരിക്കലും പോലീസിലോ മറ്റേതെങ്കിലും വേദിയിലോ പരാതി ഉന്നയിച്ചിട്ടില്ല. ഹേമ കമ്മീഷനിലും മൊഴി നൽകിയിട്ടില്ല. 2009 മാർച്ച് 7-ന് പരാതിക്കാരി തനിക്ക് ഇമെയിൽ അയച്ചു. ആരോപണങ്ങളെല്ലാം നിഷേധിച്ചായിരുന്നു ഇമെയിൽ. പരാതിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് തന്നോട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയതിന് തെളിവുണ്ടെന്നും മുകേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. താൻ MLA ആണ്, ഒളിവിൽ പോവില്ല, അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഹർജിയിൽ ഉറപ്പു നൽകുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് മുകേഷിന് അനുകൂലമായി കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.